ആരെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ് ശ്ലീഹ എഫെസോസുകാരോട് ആഹ്വാനം ചെയ്യുന്നത്. ഉത്തരം: വത്സല മക്കളെ പോലെ. ക്രിസ്തു എന്തായാണ് തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? ഉത്തരം: സുരഭില കാഴ്ചയും ബലിയുമായി. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ കേൾക്കരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്? ഉത്തരം: വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും പേരുപോലും കേൾക്കരുത് എന്ന്. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും പേരുപോലും കേൾക്കരുത്, അങ്ങനെ നിങ്ങൾ ആർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുവിൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്? ഉത്തരം: വിശുദ്ധർക്ക്. നമുക്ക് യോജിച്ചതല്ലാത്തത് എന്തെല്ലാം? ഉത്തരം: മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം എന്താണ് ഉചിതം? ഉത്തരം: കൃതജ്ഞതാസ്തോത്രം. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് പറയുന്നത് ആർക്കാണ്? ഉത്തരം: വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും. ആരും നിങ്ങളെ എന്തുകൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. ആരുടെ മേലാണ് ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. ഒരിക്കൽ നിങ്ങൾ ഡാഷ് ആയിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ ഡാഷ് ആയിരിക്കുന്നു. ഉത്തരം: അന്ധകാരമായിരുന്നു, പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ ഫലം എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം: സകല നന്മയിലും നീതിയിലും സത്യത്തിലും ആണ്. എഫേസോസ് 5:10 അനുസരിച്ച് എന്താണ് വിവേചിച്ചറിയേണ്ടത്? ഉത്തരം: കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ പകരം എന്തു ചെയ്യണം? ഉത്തരം: അവയെ കുറ്റപ്പെടുത്തണം. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും എന്താണ്? ഉത്തരം: ലജ്ജാവഹം ആണ്. പ്രകാശിതമായതെല്ലാം പ്രശോഭിക്കും, ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം എന്താണ്? ഉത്തരം: പ്രകാശമാണ്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്ന ക്രിസ്തു നിന്റെ മേൽ ഡാഷ്. ഉത്തരം: പ്രകാശിക്കും. നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ ആരെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഉത്തരം: വിവേകികളെ പോലെ. ഇപ്പോൾ ആരുടെ ദിനങ്ങൾ ആണ്? ഉത്തരം: തിന്മയുടെ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ എന്തുണ്ട്? ഉത്തരം: ദുരാസക്തി. എങ്ങനെയാണ് പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത്? ഉത്തരം: സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എന്തു ചെയ്യണം? ഉത്തരം: കൃതജ്ഞത അർപ്പിക്കണം. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം എന്തു ചെയ്യണം? ഉത്തരം: വിധേയരായിരിക്കണം.
ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ആർക്ക് വിധേയരായിരിക്കുവിൻ? ഉത്തരം: ഭർത്താക്കന്മാർക്ക്. ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ എന്താണ്? ഉത്തരം: ശിരസ്സാണ്. ആര് ആർക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഉത്തരം: സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ. ഭർത്താക്കന്മാർ എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം? ഉത്തരം: ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ. ക്രിസ്തു സഭയെ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചത്? ഉത്തരം: ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത്? ഉത്തരം: അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത്? ഉത്തരം: തന്നെ തന്നെ. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ആരോടാണ് ചേരുന്നത്? ഉത്തരം: ഭാര്യയോട്.